വിളി കേൾക്കും, ഓടി വരുമ്പോൾ ആളില്ല. അങ്ങനെ ഒരു ദിവസം ഇതൊരു ഭയപ്പെടുത്തുന്നതാണ് തോന്നാൻ കാര്യം. ഇവർ നേരെ വന്നിട്ട് വിളി കേട്ടിട്ട് ഇവർ നേരെ വരുമ്പോൾ ഗേറ്റിൽ ആരുമില്ല. ഇവരങ്ങോട്ട് നേരെ തിരിഞ്ഞ് വീട്ടിനകത്ത് കയറി ഫ്രണ്ട് കഥ അടച്ചതും. അപ്പം ആദ്യം വന്ന് പൂമുഖവാതിൽ തുറന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ ആരുമില്ല. ഇവർ തിരിച്ച് വീട്ടിനകത്ത് കയറി ഈ പൂമുഖവാതിൽ അടച്ച ഉടൻ വീണ്ടും ഗേറ്റിൽ നിന്ന് വിളി വരുന്നു. ഇവർ വീണ്ടും തുറന്ന് പുറത്തിറങ്ങി നോക്കുമ്പോൾ ആരുമില്ല. അങ്ങനെ വന്നപ്പോൾ അവർക്കതൊരു ചെറിയ ഒരു പേടി ഇവർക്ക് അങ്ങനെ തോന്നി തുടങ്ങി. അങ്ങനെ അവർ ഒന്ന് ഭയപ്പെട്ട് നിന്നപ്പോൾ പെട്ടെന്ന് അടുക്കളയിരുന്ന പാത്രങ്ങൾ, 1-2 പാത്രങ്ങൾ തറയിൽ വീണു. വളരെ ശബ്ദത്തോടുകൂടി തറയിൽ വീഴുന്നു. ഇവർ ചെന്ന് നോക്കുമ്പോൾ അവിടെ ആരുമില്ല. ഈ വീഴാത്ത രീതിയിൽ വളരെ ഒതുക്കി സ്ലാബിന്റെ പുറത്ത് ചെവരിനോട് ചേർത്ത് വെച്ചിരുന്ന പാത്രങ്ങളാണ്. എങ്ങനെയാണെന്നറിയില്ല. അപ്പൊ അവിടെ പൂച്ചയോ കാര്യങ്ങളോ എലിയോ ഒന്നുമില്ല. എന്നാൽ ഇതെല്ലാം കൂടെ തട്ടി തറയിൽ വീണപ്പോൾ വീണ്ടും ഗേറ്റിൽ വിളിയേക്കുന്നു. ഇവർ വന്നു നോക്കുമ്പോൾ ഗേറ്റിൽ ആൾക്കാരൊന്നുമില്ല. പക്ഷെ ഒരു കരച്ചില് ഇവരുടെ വീട്ടിന്റെ ഈ ചുറ്റുപാടും ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഇവര് ഒരു ഭാഗത്ത് ചെല്ലുമ്പോൾ മറുഭാഗത്തായിരിക്കും. പിന്നീട് ഇതങ്ങനെ മിക്കവാറും ദിവസങ്ങളിൽ ഈ അനുഭവങ്ങൾ. ഗേറ്റിൽ ആരോ വിളിക്കുന്നു, വന്നു നോക്കുമ്പോൾ ആളില്ല. ഇവർ ബെഡ്റൂമിൽ ഇരിക്കുമ്പോഴോ മുറ്റത്ത് നിൽക്കുമ്പോഴോ അടുക്കളയിരിക്കുന്ന പാത്രങ്ങൾ തല്ലി തറയിൽ വീഴുന്നു. ഇവർ പുറത്ത് നിൽക്കുമ്പോൾ ഇവരെ ബെഡ്റൂമിലിരിക്കുന്ന എന്തെങ്കിലും സാധനങ്ങൾ, ഓരോ മുറിയിലുള്ള ഓരോ സാധനങ്ങൾ വീഴുന്നു. വന്നു നോക്കുമ്പോൾ ആരുമില്ല. ചില സമയങ്ങളിൽ ഇവർ വീട്ടിനകത്ത് ഇരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് ആരോ ഇങ്ങനെ വീടിന് ചുറ്റിനും നടക്കുന്നതായിട്ടൊക്കെ തോന്നി. പിന്നീട് അവർക്ക് പേടിയായി. അങ്ങനെ ഇവർ ഭർത്താവിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഇതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല.